ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ കൂടെ അതാ എൻ്റെ കണ്ണമ്മോനും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കൊള്ളിഷ്ടു. തൃശ്ശൂരുകാർ ഇവിടെ വയ്ക്കുന്നതാണ് കൊള്ളിഷ്ടു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് നമുക്ക് കറിയായിട്ടാണ് കൊള്ളിഷ്ടു ഉണ്ടാക്കണം. അപ്പോൾ അതാ കൊള്ളി, അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആദ്യം വേവിക്കുക. ആദ്യം തന്നെ ഇപ്പോൾ കൊള്ളി വേവിക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടപ്പ് വയ്ക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് നമ്മൾ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി വഴറ്റി. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വഴറ്റാനായിട്ട് വെച്ചു. കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാൻ എന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാൻ പാനാണ് പറഞ്ഞത്. പാൻ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ചീൻചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇതാണ് നമുക്ക് മസാലയായിട്ട് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന കൊള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൊള്ളി സ്റ്റൂ റെഡിയാകും. കൊള്ളി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊള്ളി സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അതുപോലെ നമുക്ക് റവ ഉപ്പുമാവ് അതിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേ.